വെൽക്കം സർ. ആറാട്ടനെ ഒരുത്തം പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്തു. അടുത്ത ദിവസം എന്താ സംഭവിച്ചത്? 2 ദിവസം പോക്കി. എന്ത് സംഭവിച്ചു? അവന്മാരും അകത്താ. ചെകുത്താനെ തൊട്ടപ്പോഴും അവരകത്താ. സുഗതനൊരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു. സുഗതനൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. സുഗത പറ. സിദ്ദിഖ് സാറിന്റെ ആ ഒരു ഇഷ്യൂന്റെ കേസിൽ സിദ്ദിഖ് സാറൊന്നും വേണ്ട. അത്രയൊക്കെ ഉള്ളൂ. സിദ്ദിഖ് സുഗതോ കൊന്നു പറയാം. നിന്റെ അടുത്ത് ഇങ്ങനെ എടുത്ത് ചെയ്ത് അവനെ പിന്നെ നീ സാറെന്ന് വിളിക്കും. അതുപോലെ ഉള്ളൂ. ആരുടെ ഇവരൊന്നും അറിയിക്കുന്നില്ല. എല്ലാരും പോലെ ഇരികാലികളെ കൊണ്ടല്ല, നാൽക്കാലിയെ കൊണ്ടാണ് സാറിന് ഐശ്വര്യം. പേടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണം അല്ലെങ്കിൽ കോംപ്രമൈസ് പച്ചയായിട്ട് പറയാൻ ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ എല്ലാം പുറത്തു വന്നല്ല. അതും ശരിയാ. എങ്കിൽ ഡയറക്ടറുടെ ഫ്ലെക്സ് വെച്ചാ പോലെ. സരോജ് അഭിനയിക്കുന്ന ഏതെങ്കിലും പടം ഡയറക്ടറുടെ മിടുക്കൊണ്ട് ഓടിയാൽ സരോജിന്റെ ഫ്ലെക്സ് വെക്കണോ ഡയറക്ടറുടെ ഫ്ലെക്സ് വെക്കണോ? എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ജൂനിയർ മാനൊക്കെ സിനിമ കണ്ടപ്പോ എന്തെങ്കിലും സാമ്യം തോന്നിയോ? ഇപ്പൊ കാണുന്ന കുറെ നന്മവരങ്ങള് ശരിക്കും നന്മവരങ്ങളല്ല എന്നാണ് പറയുന്നത്. കുറേ തെരഞ്ഞല്ലോ. സിദ്ദിഖ് നന്മമാരായിട്ട് കുറെ അഭിനയിച്ചല്ലേ. ഇത് ആരുടെങ്കിലും ശാപാണെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്റെയും ചെകുത്താന്റെയും. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നു? കാരണം ആൾക്കാർക്ക് വേണ്ടത് അതാണ്. നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടില്ല. ഇങ്ങനത്തെ നെഗറ്റീവ് പറഞ്ഞാൽ റീച്ച് കിട്ടുള്ളൂ. ആളുകൾക്ക് നെഗറ്റീവ്. ഇത് മീഡിയയുടെ കുഴപ്പമല്ല, ആളുകളുടെ കുഴപ്പമാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് ഹിന്ദ്.